അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 6 തിങ്കളാഴ്ച. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി. ADGP H. വെങ്കിടേശന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. 5 പേരായിരിക്കും അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ നിന്ന് സ്വർണം കവർന്നുവെന്ന് വിജിലൻസ് റിപ്പോർട്ട്. 2019 കൊണ്ടുപോയത് ദ്വാരപാലക ശില്പപാളികളും 2 പാളികളുമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 1.5 കിലോ സ്വർണമാണ് പൊതിഞ്ഞിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നതിൽ 394 ഗ്രാം സ്വർണം മാത്രമെന്നും വിജിലൻസ് വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ തീരുമാനം പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുവെന്ന് ദേവസ്വം മന്ത്രി BN വാസവൻ. കോടതി ഇടപെടലിൽ വലിയ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി പൂർണ്ണമായും സർക്കാർ സഹകരിക്കുമെന്നും ഉറപ്പു നൽകി. സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ ഒരു പങ്കും ഇല്ലെന്നും തീർത്ഥാടന കാലത്ത് സഹായം ലഭ്യമാകൽ മാത്രമാണ് ജോലിയെന്നും ദേവസ്വം ബോർഡിനെ സാമ്പത്തികമായി സഹായിക്കാറേ ഉള്ളൂവെന്നും വാസവൻ ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ച സഭ വീണ്ടും തുടങ്ങിയെങ്കിലും വീണ്ടും പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. മുദ്രാവാക്യം വിളികളുമായിട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിലെ ചോദ്യോത്തര വേളയിലാണ് പ്രതിപക്ഷം ബാനറുമായി നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചത്. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറെന്ന് MP രാജേഷ് വ്യക്തമാക്കി. സ്പീക്കറുടെ ഇരിപ്പിടത്തെ മറച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ബാനർ ഉയർത്തിയത്. നടപടിയിൽ രോഷാകുലനായിട്ടാണ് സ്പീക്കർ പ്രതികരിച്ചത്. നോട്ടീസ് നൽകാതെ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് എന്തിനെന്ന് സ്പീക്കർ ചോദിച്ചു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നക്ഷത്ര ചിഹ്നമിട്ട 4 ചോദ്യങ്ങളാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത്. എല്ലാ ചോദ്യത്തിനും ഹൈക്കോടതി നിരീക്ഷണത്തെ കൂട്ടുപിടിച്ചാണ് സർക്കാർ മറുപടി പറഞ്ഞത്. സ്വർണ്ണപ്പാളികളുടെ ഭാരക്കുറവ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടെന്ന് സർക്കാർ വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് വിജിലൻസ് അന്വേഷണം നടത്തുന്നു എന്ന് ആവർത്തിച്ച് മറുപടിയും നൽകി. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളിൽ അടിമുടി ദുരൂഹതയെന്ന് ദേവസ്വം വിജിലൻസ്. വിഷയത്തിൽ വിശദ അന്വേഷണം ആവശ്യപ്പെട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. വ്യാഴാഴ്ച റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം. അതേസമയം സംഭവത്തിൽ സ്പോൺസർ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് ഉണ്ടായെന്നാണ് നിഗമനം. ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നത് 2022 തന്നെ സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയാവുന്ന വിഷയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ് വിവരം പുറത്തായത്. സർക്കാരും ദേവസ്വം ബോർഡും കള്ളക്കച്ചവടത്തിൽ പങ്കാളിയാണെന്നും സതീശൻ ആരോപിച്ചു. സ്വർണം കവർന്നെന്ന് ബോധ്യപ്പെട്ടിട്ടും അതേ സ്പോൺസറെ തന്നെ ഏൽപ്പിച്ചുവെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവോണം ബമ്പറായ 25 കോടിയുടെ 1ാം സമ്മാനം അടിച്ചത് ആലപ്പുഴ തുറവൂർ സ്വദേശിക്ക്. SBI ശാഖയിൽ ടിക്കറ്റ് ഹാജരാക്കിയതോടെയാണ് കൊച്ചിയിലല്ല ആലപ്പുഴയിലാണ് ബമ്പറടിച്ചതെന്ന് വ്യക്തമായത്. തുറവൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ ശരത് S. നായർക്കാണ് ബമ്പറടിച്ചത്. നിപ്പോൺ പെയിന്റ് ജീവനക്കാരനായ ശരത് നെട്ടൂരിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് ലതീഷിൽ നിന്നാണ് 1ാം സമ്മാനം അടിച്ച ടിക്കറ്റ് എടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA KSRTC ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തതിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം. തങ്ങളെ അറിയിക്കാതെ പരിപാടി നടത്തിയെന്ന് കോൺഗ്രസ് നേതാവും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ മൻസൂർ മണലാഞ്ചേരി പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പിലാണ് മൻസൂർ ശബ്ദ സന്ദേശം ഇട്ടത്. എന്തുകൊണ്ട് തങ്ങളെ അറിയിച്ചില്ലെന്ന് വ്യക്തമാക്കണമെന്നും മൻസൂർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നുള്ള KSRTCയുടെ പുതിയ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തതിൽ പ്രതിഷേധവുമായി DYFIയും KSRTCയിലെ ഇടത് അനുകൂല തൊഴിലാളി സംഘടനയും. പാലക്കാട് TTOയെ തടഞ്ഞ് DYFI നേതാക്കൾ പ്രതിഷേധിച്ചു. KSRTCയിലെ ഇടത് സംഘടനയെ പോലും അറിയിക്കാതെയാണ് പരിപാടി നടത്തിയതെന്നാരോപിച്ച് KSRTCയെ സംഘടനയും ഡിപ്പോയ്ക്ക് പുറത്ത് പ്രതിഷേധിച്ചു.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരിഹസിച്ച് BJPയും. രാഹുലിന്റേത് ഒളിസേവയെന്നാണ് BJP സംസ്ഥാന ട്രഷറർ E. കൃഷ്ണദാസ് പറഞ്ഞത്. രാഹുൽ പരിപാടിയിൽ പങ്കെടുത്തത് ഇരുട്ടിന്റെ മറവിലാണെന്നും ഒരാളെയും അറിയിക്കാതെയാണെന്നും കൃഷ്ണദാസ് പരിഹസിച്ചു. പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ഡോക്ടർ മുസ്തഫ, ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയാണ് നടപടി. ചികിത്സാ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടിയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്ന് KGMOA വ്യക്തമാക്കി. ചികിത്സയിൽ സംഭവിക്കാവുന്ന അപൂർവമായ സങ്കീർണതയെ ചികിത്സാ പിഴവായി വ്യാഖ്യാനിച്ച് ഡോക്ടർമാരെ ബലിയാടാക്കാനുള്ള ശ്രമം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും KGMOA വ്യക്തമാക്കി. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല. മാത്യു കുഴൽനാടന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജിയിൽ ഇടപെടാനില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. രാഷ്ട്രീയ വിഷയങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുവരരുതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ MLA സുപ്രീം കോടതിയെ സമീപിച്ചത്. വയനാട്ടിലെ ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പിൽ ജനങ്ങളിൽ നിന്ന് കോടികൾ വാങ്ങി പലിശ നൽകിയത് കടുത്ത നിയമലംഘനമാണെന്ന് കണ്ടെത്തൽ. കേന്ദ്ര ബഡ്ജറ്റ് ആക്ടിന് വിരുദ്ധമായാണ് ബാങ്ക് പോലെ ബ്രഹ്മഗിരി പ്രവർത്തിച്ചത്. എന്നാൽ ചാരിറ്റബിൾ സൊസൈറ്റിയായാണ് ബ്രഹ്മഗിരി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടപടികളെല്ലാം നിയമവിരുദ്ധമാണെന്നാണ് റിപ്പോർട്ട്. സ്ഥാനാർത്ഥിയാകാൻ സമീപിച്ചെന്ന 2020 നേതാവ് സാബു M. ജേക്കബിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കുന്നത്തുനാട് MLA PV ശ്രീനിജൻ. വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണമെന്നാണ് ശ്രീനിജന്റെ പ്രതികരണം. സാബുവിനെ വെല്ലുവിളിക്കുന്നുവെന്നും ശ്രീനിജൻ പറഞ്ഞു. നേരിട്ട് വന്ന് വികസനം കാണിച്ചു തരുവെന്നും ശ്രീനിജൻ ആവശ്യപ്പെട്ടു. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർ കർട്ടനിട്ട് നിർത്തിവയ്പ്പിച്ച മൈം വിദ്യാർത്ഥികൾ വീണ്ടും അവതരിപ്പിച്ചു. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മൈമാണ് കുട്ടികൾ അവതരിപ്പിച്ചത്. നേരത്തെ 10 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്ന മൈം കലോത്സവ മാനുവൽ പ്രകാരം 5 മിനിറ്റിലേക്ക് ചുരുക്കിയായിരുന്നു അവതരണം. കുമ്പള സ്കൂളിലെ പാലസ്തീൻ ഐക്യദാർഢ്യമായി നിർത്തിവെപ്പിച്ച സംഭവത്തിൽ DDE പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കലോത്സവ മാനുവലിന് വിരുദ്ധമായാണ് മൈം അവതരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്കൂളിൽ കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷം കണക്കിലെടുത്താണ് കലോത്സവം നിർത്തിവെച്ചതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് വെള്ളിയാഴ്ച വരെ നീട്ടി. ടോൾ പാതയിലെ ഗതാഗത പ്രശ്നം ഒരു മാറ്റവുമില്ലാതെ തുടരുന്നുവെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. 4-വരിപ്പാത ചെറിയ സർവീസ് റോഡിലേക്ക് ചുരുങ്ങുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ്. അതേസമയം ഹൈക്കോടതിയുടെ തീരുമാനം സ്വാഗതാർഹമെന്ന് പരാതിക്കാരൻ ഷാജി കോടംകണ്ടത്ത് പ്രതികരിച്ചു. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിയായ 6 വയസ്സുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ശനിയാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് ആശുപത്രിയിലുള്ള കുട്ടികളുടെ എണ്ണം 2ആയി. തെരുവുനായ ശല്യത്തിനെതിരെ ബോധവൽക്കരണ ഏകാംഗ നാടകം അവതരിപ്പിക്കുന്നതിനിടെ നാടകപ്രവർത്തകനെ തെരുവുനായ ആക്രമിച്ചു. കണ്ണൂർ കണ്ടക്കൈ സ്വദേശി P. രാധാകൃഷ്ണനെയാണ് തെരുവുനായ കടിച്ചത്. കണ്ണൂരിലെ വായനശാലയുടെ വരാന്തയിൽ ഒരുക്കിയ വേദിയിൽ നാടകം അവതരിപ്പിക്കുന്നതിനിടെ അവിടേക്കെത്തിയ തെരുവുനായ രാധാകൃഷ്ണനെ ആക്രമിക്കുകയായിരുന്നു. സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിന്റെ കളർ പ്രിന്റ് തയ്യാറാക്കി കോപ്പി നൽകി പണം തട്ടിയെടുത്ത കേസിൽ പ്രതി അറസ്റ്റിൽ. കടങ്ങോട് ഇയാൽ മനക്കുന്നത്ത് പ്രജീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് സമീപത്തുള്ള ആരോൺ ലോട്ടറി കടയിലാണ് കഴിഞ്ഞ മാസം 21-ന് തട്ടിപ്പ് നടന്നത്. കട നടത്തുന്ന ലിജിയാണ് തട്ടിപ്പിന് ഇരയായത്. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നുണ്ടാകും. വൈകിട്ട് 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. ഈ മാസം 28-ന് അവസാനിക്കുന്ന വടക്കേ ഇന്ത്യയിലെ ഛാത് പൂജയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് സാധ്യത.
ദില്ലിയിൽ കോളറ വ്യാപിക്കുന്നതായി റിപ്പോർട്ട്. വയറിളക്കം, നിർജ്ജലീകരണം, ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങളുമായി നിരവധി പേരാണ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. മലിനജലവും ശുചിത്വമില്ലായ്മയാണ് ഇതിന് കാരണമായി ആരോഗ്യവകുപ്പ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. ദില്ലിയിലെ വിവിധ ആശുപത്രികളിലായി നിരവധി ആളുകൾ രോഗലക്ഷണങ്ങളുമായി പ്രതിദിനം ചികിത്സ തേടുന്നതായാണ് റിപ്പോർട്ടുകൾ. രാജസ്ഥാനിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ രോഗികളായ 6 പേർ വെന്തുമരിച്ചു. ജയ്പൂരിലെ SMS ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്ന് പോലീസ് പറയുന്നു. മരിച്ചവരിൽ 2 സ്ത്രീകൾ ഉൾപ്പെടുന്നതായി ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. അതേസമയം ആശുപത്രിയിൽ ഫോറൻസിക് ഉൾപ്പെടെയുള്ള പരിശോധനകൾ തുടരുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നേരെ കോടതി മുറിക്കുള്ളിൽ അതിക്രമ ശ്രമം. രാവിലെ കേസ് പരാമർശിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഷൂ എറിയാനുള്ള ശ്രമം നടന്നത്. സനാതനധർമ്മത്തിനെതിരായി ചീഫ് ജസ്റ്റിസ് പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് ഒരു അഭിഭാഷകൻ എത്തുകയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഷൂ എറിയാൻ ശ്രമിച്ചു എന്നുമാണ് റിപ്പോർട്ട്. തമിഴ്നാട് ചെങ്കൽപ്പേട്ട് വാണ്ടല്ലൂർ മൃഗശാലയിലെ സിംഹത്തെ കാണാനില്ലെന്ന് പരാതി. 5 വയസ്സിലുള്ള ആൺസിംഹം ഷെറിയാറിനെയാണ് കാണാതായത്. 50 ഏക്കറിലെ സഫാരി മേഖലയിൽ തുറന്നുവിട്ടതിന് പിന്നാലെയാണ് സിംഹത്തെ കാണാതായതെന്ന് അധികൃതർ പറയുന്നു. സിംഹത്തെ കണ്ടെത്താനായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിൽ പ്രത്യേക ദൗത്യത്തെ നിയോഗിച്ചു. ഡാർജിലിംഗിലുണ്ടായ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും മരണസംഖ്യ 23 ഉയർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ മിരിക്, സുഖിയ പേഖ്രി എന്നിവിടങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. പോലീസും പ്രാദേശിക ഭരണകൂടവും രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് ഡാർജിലിംഗ് സന്ദർശിച്ചേക്കുമെന്നാണ് സൂചന. ഒഡീഷ കട്ടക്കിൽ ദുർഗാപൂജയ്ക്കിടെ ഉച്ചത്തിൽ പാട്ടുവെക്കുന്നതിനെ ചൊല്ലിയുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് കട്ടക്കിൽ ഇന്റർനെറ്റ് റദ്ദാക്കി. കൂടാതെ 36 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ദർഗ ബസാർ മേഖലയിലാണ് സംഘർഷമുണ്ടായത്. ഘോഷയാത്രയ്ക്ക് നേരെയും കല്ലേറുണ്ടായി. സംഘർഷത്തിൽ DCPക്കും പരിക്കേറ്റിരുന്നു. ഇതിനു പിന്നാലെ നഗരത്തിൽ VHP റാലി നടത്തിയത് വീണ്ടും സംഘർഷത്തിനിടയാക്കി. അക്രമത്തെ ശക്തമായി അപലപിച്ച് മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയും മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും രംഗത്തെത്തി. അമേരിക്കയിൽ സർക്കാർ ചിലവുകൾക്ക് ആവശ്യമായ ധനാനുമതി ബില്ലിൽ ഇന്നും സെനറ്റിൽ വോട്ടെടുപ്പ് നടക്കും. എന്നാൽ ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ ആവശ്യമായ പിന്തുണ ലഭിക്കില്ലെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അടച്ചുപൂട്ടൽ തുടരും. അമേരിക്കയിൽ തുടരുന്ന ഷട്ട്ഡൌൺ ജനജീവിതത്തെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഇനിയും സമവായമായിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. വ്യാപാര കരാറിൽ പല കാര്യങ്ങളിലും തർക്കം തുടരുകയാണെന്നും പലതും ചുവന്നവരയ്ക്കപ്പുറം തന്നെയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇന്ത്യയുടെ ചുവന്നവരകൾ അമേരിക്ക മാനിക്കണമെന്നും ഇരു രാജ്യങ്ങൾക്കും എല്ലാ തരത്തിലും അംഗീകരിക്കാനാകുന്ന കരാർ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും വിദേശകാര്യമന്ത്രി വിവരിച്ചു. JF-17 തണ്ടർ ബ്ലോക്ക് 3rd യുദ്ധവിമാനങ്ങളിൽ സംയോജിപ്പിക്കുന്നതിനായി റഷ്യ പാകിസ്ഥാന് RD-93MA എഞ്ചിനുകൾ നൽകുമെന്ന വാർത്ത റഷ്യ തള്ളിയതായി റിപ്പോർട്ട്. അഭ്യൂഹങ്ങൾ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ വ്യക്തിപരമായ നയതന്ത്ര പരാജയമായി റഷ്യയുടെ നീക്കത്തെ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. എന്നാൽ റഷ്യയ്ക്ക് അത്തരമൊരു പദ്ധതിയില്ലെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചെസ് ലോക ചാമ്പ്യൻ ഇന്ത്യയുടെ D. ഗുകേഷിനെ തോൽപ്പിച്ച ശേഷം ഗുകേഷിന്റെ രാജാവിനെ കാണികൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞെന്ന US ഗ്രാൻഡ് മാസ്റ്റർ ഹികാരു നകാമുറയ്ക്കെതിരെ വിമർശനം. ഇന്നലെ നടന്ന ഇന്ത്യയുടെയും USന്റെയും താരങ്ങൾ തമ്മിലുള്ള ചെക്ക്മേറ്റ് പ്രദർശൻ മത്സരത്തിലാണ് നകാമുറ ഗുകേഷിനെ 5-0 തോൽപ്പിച്ചത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽത്തുമ്പിൽ.